ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇപ്പോൾ രാവിലെ 5:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെൻ്റാണിത്. ഞങ്ങൾ ഫാമിലി ആയിട്ട് കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. ഞങ്ങളാരും ഇതുവരെ കൊടൈക്കനാലിൽ പോയിട്ടില്ല, കൊടൈക്കനാൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു. പണി കൂടിയിട്ടാണ് പോയത്. അമ്പലത്തിൽ കയറിയില്ല മുകളിൽ, പക്ഷേ ഞങ്ങളവിടെ താഴെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാട്ടോ കൊടൈക്കനാലിലേക്ക് പോയത്. ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് അവരോട് കളിച്ചും ചിരിച്ചും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കുറേ കൊടൈക്കനാൽ എത്തണ വരെയുള്ള വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ ബോട്ട് ഹൗസ് ആയിരുന്നു. ബോട്ടിങ് മാത്രമല്ല അവിടെ ഉള്ളത്, അവിടെ ഹോഴ്സ് റൈഡ് ഉണ്ട്, ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പെർഫ്യൂമും ചോക്ലേറ്റ്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. കുറേ സ്റ്റാളുകൾ അവിടെ ഉണ്ട്, സുവനീറുകളായിട്ടും അങ്ങനെ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഹോഴ്സ് റൈഡൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഷോപ്പുകളിലൊക്കെ നോക്കി കറങ്ങി തിരിഞ്ഞ് നടന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പോകുന്ന വഴികളൊക്കെ നല്ല കളർഫുള്ളാണ് കേട്ടോ. നിറച്ച് ചെടികളും പൂക്കളും പൂമരങ്ങളും ഒക്കെ ആയിട്ട്, പിന്നെ വീടുകളും നല്ല കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. അമ്പലങ്ങളും അങ്ങനെയെല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള ആംബിയൻസാണ് കേട്ടോ ഇവിടെയുള്ളത്. പിന്നെ അമ്പലത്തിൽ എന്തോ ഉത്സവം നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ചെറിയ തിരക്ക് റോഡുകളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഫാം ഹൗസിലെത്തി. 5 ബെഡ്റൂമുള്ള ഒരു ഫാം ഹൗസായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല. ഞാൻ ജസ്റ്റ് റൂം മാത്രമാണ്, ഞങ്ങൾക്ക് കിട്ടിയ റൂം മാത്രമാണ് എടുത്തത്. 5 ബെഡ്റൂമായിരുന്നു. അപ്പോൾ 5 ബെഡ്റൂമും 2 വിസിറ്റിംഗ് റൂമും ആയിട്ട് ആയിരുന്നു കേട്ടോ. കിച്ചണും അങ്ങനെ എല്ലാം ആയിട്ടുള്ള റൂമായിരുന്നു. ഞങ്ങളവിടെ ചെന്നിട്ട് ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ അവിടെ ഓർഡർ ചെയ്ത് അവർ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ക്യാമ്പ് ഫയറും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. കുറേ നേരം ഞങ്ങൾ പുറത്തിരുന്നു. നല്ല കാലാവസ്ഥയായിരുന്നു. അധികം തണുപ്പില്ല എന്നാൽ അത്ര ചൂടുമില്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. അങ്ങനെ ആ രാത്രി നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ആർക്കും അങ്ങനെ ഉറങ്ങാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ നമുക്ക് യാത്രയുള്ളതുകൊണ്ട് കുറേ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഉറങ്ങി. പിന്നെ രാവിലെ തന്നെ കുട്ടികളൊക്കെ എണീക്കുന്നതിന് മുമ്പ് ഞാനും ഹസ്ബൻഡും കൂടെ ഒരു 2 കിലോമീറ്റർ നടന്നു. പിന്നെ ചായ കുടിച്ചു. അങ്ങനെ കുറച്ച് രാവിലെ തന്നെ ചുറ്റും എക്സ്പ്ലോർ ചെയ്തിരുന്നു. അതുകൊണ്ട് കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറേ വ്യൂ പോയിൻറ്റ്സൊക്കെ ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും ഇറങ്ങണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫസ്റ്റത്തെ വ്യൂ പോയിൻ്റ് ഞങ്ങൾ കണ്ടത് പില്ലർ റോക്സ് ആണ് കേട്ടോ. 2 പില്ലർ പോലെ നിൽക്കുന്ന മല, അത് കാണാനാണ്. അവിടുന്ന് താഴേക്ക് അങ്ങനെ കാണാൻ നല്ല ഒരു വ്യൂ പോയിൻ്റാണ് പില്ലർ റോക്സിലെ വ്യൂ പോയിൻ്റ്. അവിടെ ചെന്നപ്പോൾ നിറച്ച് മേഘമായിരുന്നു. നമ്മുടെ തലയ്ക്ക് മുകളിൽ മേഘങ്ങൾ. ഈ മേഘങ്ങളില്ലാത്ത സമയത്താണ് നമുക്ക് താഴത്തേക്കുള്ള കൊക്കയും ആ മലയൊക്കെ കാണാൻ പറ്റുന്നത്. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ പോയത് ഗുണ കേവ്സിലേക്കാണ്. ഈ പില്ലർ റോക്സിൻ്റെ അടുത്ത് തന്നെയാണ് ഗുണ കേവ്സ് ഉള്ളത്.
അപ്പോൾ അവിടെ ചെന്ന് പാർക്ക് ചെയ്ത് പോയപ്പോൾ ഫുള്ള് മഞ്ഞുമൽ ബോയ്സിൻ്റെ വിഷ്വൽസ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ മനസ്സിൽ. അതുപോലെ തന്നെയുണ്ട് അവിടുത്തെ വേരുകളും. ഗേറ്റൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. ഗ്രില്ല് വെച്ചിട്ട് ചെറിയ ചെറിയ എന്താ ഉള്ളിലേക്കുള്ള ഗ്യാപ്പുകളൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് സേഫാക്കിയിട്ട്. പിന്നെ അതിൽ കൂടെ താഴത്തേക്കുള്ള വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര രസമായിരുന്നു കേട്ടോ അവിടെ നിന്ന് താഴത്തേക്കുള്ള വ്യൂ. പിന്നെ ഈ മരങ്ങളുടെ വേരുകൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. നല്ല നല്ല ഫോട്ടോജനിക്കായിട്ടുള്ളൊരു സ്ഥലം. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ താഴത്തേക്കൊക്കെ നോക്കി വേരുകളുമ്പോൾ കൂടിയൊക്കെ കയറി മുകളിലേക്കൊക്കെ എത്തി. അവിടെ കുറേ നേരമൊക്കെ ഇരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. നോക്കിയേ താഴത്തേക്കുള്ള വ്യൂ എന്തൊരു ഭംഗിയാണ്. നല്ല കാറ്റും മഞ്ഞും മേഘവും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള വ്യൂ ആണ് അവിടെ നിന്ന് താഴത്തേക്ക് കാണാൻ പറ്റില്ല കേട്ടോ, അത്ര ആഴമാണ്. അത്ര ആഴമുള്ളൊരു കൊക്കയാണ് താഴെ. അതുകൊണ്ട് തന്നെ അതവർ അടച്ച് സേഫൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഗ്രില്ലൊക്കെ താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്, താഴെ ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ താഴെ വീഴാതിരിക്കാൻ. എന്നിട്ട് ആൾക്കാരൊക്കെ അതുമ്മ കൂടെ ചവിട്ടിക്ക് കയറുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഞാനവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ അവിടുന്ന് തിരിച്ചു പോന്നു. ഇങ്ങനെ കണ്ടോ, താഴത്തേക്ക് വീഴാതിരിക്കാൻ നടക്കുന്ന സ്ഥലത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗ്രില്ലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ തീരെ ആഴില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ മുമ്പ് അപകടം പറ്റിയിട്ടുണ്ടായിരിക്കണം, അതുകൊണ്ടാവും ഇങ്ങനെ ഗ്രില്ലിട്ട് സേഫാക്കി വെച്ചേക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളെ ഏറ്റവും അധികം ആകർഷിച്ചത് ഈ കുരങ്ങൻകുട്ടന്മാരാണ് കേട്ടോ. നിറച്ചുണ്ട്. കൊടൈക്കനാലിൽ എല്ലാവിടെയും ഇവരെ കാണാൻ പറ്റിയിരുന്നു. ഇവിടെ പ്രത്യേകിച്ചും കുറച്ച് കൂടുതലുണ്ടായിരുന്നു. കൊടൈക്കനാലിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് പോയത് പിന്നെ പൂണ്ടിയിലേക്കാണ് കേട്ടോ. പൂണ്ടി വില്ലേജിലേക്കാണ്. കൊടൈക്കനാലിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ പൂണ്ടിയിലേക്ക്. പക്ഷേ കൊടൈക്കനാലിൽ വരുന്നവരെന്തായാലും പൂണ്ടി കണ്ടിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു വില്ലേജാണ് കേട്ടോ പൂണ്ടി. മഴയുള്ളതുകൊണ്ടും പിന്നെ ലേറ്റ് ആയതുകൊണ്ടും ഞങ്ങൾ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങിയില്ല. പക്ഷെ അവിടെ വണ്ടി നിർത്തി കുറേ അധികം സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. നല്ല നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള ചെറിയ ചെറിയ വീടുകളും ഇങ്ങനെ തട്ടായിട്ടുള്ള ടെറസ് പോലെ തിരിച്ചിട്ടുള്ള ഫാമിങ്ങും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ഭംഗിയുള്ളൊരു ഗ്രാമമാണ് പൂണ്ടി. അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഹൈക്ക് ചെയ്യാനും ഒക്കെ സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കൊടൈക്കനാൽ വിസിറ്റ് ചെയ്യുന്നൊരു പൂണ്ടി എന്തായാലും കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം.
നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.